നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഏഞ്ചൽസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതാണ്. ആരും ഫോഴ്സ്ഫുള്ളി ഒന്നും റെസിനേറ്റ് ചെയ്യരുത്. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ടേക്കുക. ഒത്തിരി പേരുടെ എനർജീസ് വരുന്നതാണ്. നിങ്ങൾക്കൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രം റീഡിംഗ് കാണുക. നിങ്ങളുടെ എനർജി നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഓക്കെ. ഇന്ന് യൂണിവേഴ്സായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. നൈറ്റ് ഓഫ് സോർട്സ് എനർജി പറയുന്നത് മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ്. കാരണം ചിലപ്പോൾ അവരുടെ മുൻ ലൈഫിൽ അവർ നേരിട്ടിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. അതായത് നിങ്ങൾ പാസ്റ്റ് നിങ്ങൾ വഴക്കിട്ട സമയത്ത് എന്താണോ ആ ഇഷ്യൂസ് ഉണ്ടായ ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ ഈ തീരുമാനം ഇങ്ങനെ എടുക്കാനായിട്ട് ലേറ്റ് ആക്കുന്നത്. ഈ റിലേഷന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കാൻ ശരിക്കും ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. അവർ ഇപ്പോൾ ഈ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. നിങ്ങൾ മാറി നിൽക്കുമ്പോൾ അവർക്ക് ശരിക്കും ഒരു പെയിൻ ഉണ്ട്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമോ, എങ്ങനെ വേണം, ഞാൻ എന്ത് എഫേർട്ടാണ് ഇടേണ്ടത്, അവർ വരുമോ, അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനും കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അത്രയും പെട്ടെന്നൊരു ചേഞ്ച് വരില്ല. പോകെ 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 രണ്ടുപേരും സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിലാണ്. രണ്ടുപേരും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതല്ല, ആ ഒരു സിറ്റുവേഷൻ മാറി ഇതെല്ലാം ഓക്കെ ആയി വരുന്നവരെ ഒരു തീരുമാനം നിങ്ങളുടെ ഒരു ഇതിൽ വരുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്മൂത്തായിട്ടൊരു തീരുമാനം, അതൊരു റീകൺസിലേഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. മുന്നോട്ട് അവർ ആക്ഷൻ എടുക്കും, പക്ഷെ അതിനായിട്ട് കുറേ സമയം എടുക്കും എന്നതാണ് കാണിക്കുന്നത്. അടുത്ത തേർഡ് വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. മൂൺ കാർഡ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ശരിക്കും വിഷമിക്കുന്നുണ്ട്. മിസ്സിങ് എനർജി ഫീൽ ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണെ കാണുന്നത്. നിങ്ങളില്ലാതെ നല്ല പെയിൻ അനുഭവിക്കുന്നുണ്ട്, നല്ല വേദന, നല്ല മിസ്സിങ് എനർജിയിലൂടെ കടന്നു പോകുന്നു. അവർ നിങ്ങളെക്കുറിച്ച് രാത്രിയോളം ചിന്തിക്കുന്നുണ്ട്, കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ സെപ്പറേഷൻ എത്രമാത്രം പെയിൻഫുള്ളാണ് എന്നതോർത്ത് ആ നിൽക്കുമ്പോൾ വഴക്കിടുമ്പോൾ അറിയില്ല നമ്മൾ കൂടെ നിൽക്കുന്ന ആൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കെന്ന്. അത് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാതാവുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പേഴ്സൺ എത്രത്തോളം എൻ്റെ ലൈഫിൽ വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു മനസ്സിലാക്കലിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഈ റിലേഷൻ ബ്രേക്കായി എന്ന് അല്ല, ഈ റിലേഷൻ സ്മൂത്തായി മുന്നോട്ട് പോകാൻ സമയമെടുക്കും എന്നതാണ് ഈ കാർഡ് നമ്മളെ കാണിച്ചു തരുന്നത്. ഓക്കെ, താങ്ക് യു.